നീ അച്ഛന്റെ മോനാണ്. അച്ഛന്റെ മോൻ തള്ളിക്കോ. ആടാ നിന്റെ അമ്മ പറഞ്ഞു. നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ബസ് കിട്ടി. സാധാരണ ബസ് കിട്ടാറില്ല. പിടി എത്രണ്ണം ഉണ്ട് കൊണ്ടുവന്ന് കവറ് പൊട്ടിച്ചില്ല. അതിന് എത്രണ്ണം ഉണ്ട്? 3 ഉള്ളൂ. പക്ഷെ ബാക്കി കൊറേ മേടിച്ചിട്ടുണ്ട്. ഒരു പെട്ടിയോട്ട് ലിപ്പിങ് കൊണ്ടുവരും. മേടിച്ചു നോക്കണേ എല്ലാം കൂടി. വലു ഇന്നൊരു സംഭവം ഉണ്ടായി ബസ് വെച്ചിട്ട്. ഒരു ഞരമ്പ് രോഗി എന്റെ ബാക്കി വന്നിട്ട് ഒറ്റത്തോണ്ട് കോമഡി ആക്കല്ലേ. ആദ്യം ഞാൻ വിചാരിച്ചേ അറിയാതെ കൈമുട്ടിയായിരിക്കും വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും കൊണ്ടുവന്ന് ഈ തോളത്ത്. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് മറ്റേ കൈയെന്ന് പറഞ്ഞു. അപ്പൊ 2-3 ആൾക്കാർ ശ്രദ്ധിച്ച് ഇങ്ങനെ ഞാൻ ചൂടാവണ കണ്ടിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഒരൊറ്റ ചാട്ടവൻ ബസ് നിർത്തുന്ന മുമ്പ് ചാടി ഇറങ്ങി അങ്ങ് പോയി. കണ്ടാലൊക്കെ അറിയാം. അതിനൊന്നും സമയം കിട്ടില്ല. ചില അച്ചികള് കേസ് ഉണ്ടാവുമല്ലോ ഇതേപോലത്തേക്ക്. പിന്നെ അല്ലാതെ വേറെ പണിയൊന്നുമില്ലേ ഇതിന്റെ പുറകെ. ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ അങ്ങ് വിടുക. അല്ലാതെ ഒരുപാട് ആക്രമണം ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കണം. അതിനുള്ള സമയം പ്രത്യേകിച്ച് നമ്മളിനി പുറത്തിറങ്ങുമ്പോ നമ്മളെ കണ്ണ് 4 സൈഡും വേണം. 4 സൈഡും കണ്ണോ? നല്ല അസല് വലിപ്പ്. അയ്യോ അതല്ല, നമ്മള് പെണ്ണുങ്ങള് അല്ല നിങ്ങൾ പെണ്ണുങ്ങള് പുറത്തിറങ്ങുമ്പോ ശ്രദ്ധ വേണമെന്നാണ് അച്ഛൻ പറഞ്ഞേ. അല്ലടാ പിന്നെ നമ്മള് ഇതിനൊക്കെ നേരിടണം. അതിന് ഈ ആയോധന കലകളൊക്കെ പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമായിട്ട് വന്നേക്കാണ് ഇപ്പൊ. നിങ്ങളെല്ലാരും പഠിച്ചിരിക്കണം അല്ലേ? ഒരു പാക്കറ്റ് മുളക് പൊടി കയ്യിൽ വെച്ചിരുന്ന ആരെ വേണോ നേരിടാം. അപ്രായോഗികമായ പ്രയോഗങ്ങൾ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രീകുട്ടാ അളിയാ. അപ്പൊ പ്രായോഗികമാക്കാൻ പറ്റുന്ന പ്രയോഗങ്ങൾ പ്രവർത്തിക്കാൻ പറഞ്ഞു കൊടുക്കുക ബാലചന്ദ്ര അളിയാ. മാതൃഭാഷ തന്നെ പാരയാ. ചിരിയൊക്കെ നിർത്ത്. ശത്രു ആക്രമിക്കുന്നത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെയാണ്. നമ്മൾ സദാ ജാഗരൂകരായിരിക്കണം. കൈ മെയ്യാവണം, മെയ്യ് കണ്ണാവണം. ഒരു കരിയില ഇറങ്ങിയാൽ പോലും നമ്മൾ തിരിച്ചറിയണം. അലർട്ടായിരിക്കണം. അലർട്ട് കേട്ടാ എന്താ ശ്രദ്ധിക്കുന്നില്ലേ ശ്രീവിടാ? പായം പൊളിച്ചിരുന്ന തടയാൻ പറ്റൂല. ഇതുപോലെ ഇരിക്കും. ഒളുപോയ അഭ്യാസങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നാളെ എൻ്റെ തെക്കൻ കളരി അഭ്യാസം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ജോയിൻ ചെയ്യണം. നീ പ്രത്യേകിച്ച് നിനക്ക് ശ്രദ്ധയില്ല. എനിക്ക് വീട്ടിൽ പോയിട്ട് വളവിടാറുണ്ട്. നീ ഇവിടെ കാണണം. നീ ഇവിടെ വളവളാന്ന് നീ പറയുന്നത് വേണ്ട. നീ ഇവിടെ കാണണം. നീ പഠിക്കണം. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ നോക്കേണ്ട ചുമതല നിനക്കാണ് പിള്ളേരെ. അപ്പൊ നീ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അയ്യോ നാളെ നെയ്യാറ്റിക്കര ബാലുവാശാന്റെ കീഴിൽ കളരി പഠിക്കാം. ബാലുവാശാനേ വാ. ചിരിക്കല്ലേ ചിരിക്കല്ലേ. കുറച്ച് സായല്ലേ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട്. ദർശനം ദർശനം ഓരോരുത്തട്ട് വാ. ആ മതി വാടാ. അടുത്ത ചേച്ചി ഞാൻ കളരിക്കില്ലേ? ഞാൻ അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കും. മുട്ടും പോയി. ഞാൻ ഇരിക്കും. നല്ല നാക്കറിയാമോ? ആ നായുടെ കാല് പിടിക്കാൻ നിന്നെ എന്നെ കൊണ്ട് വയ്യാന്ന് കാല് പിടിക്കാനും. ഒരാള് ഫസ്റ്റ് നിന്റെ ബസ്സിൽ വെച്ച് നിന്നെ എങ്ങനെ അറ്റാക്ക് ചെയ്ത്? ചതി വഞ്ചന അതൊന്നും കളരിയില്ല കേട്ടാ. അറ്റാക്ക് അറ്റാക്ക് ഒരു മക്കളെ ഇടിയാൻ തലയിട്ട് മാറ് മാറ്. ഇതാടാ അളി എന്തോ കാണിക്കണത്. ഞാൻ പറയണമെന്നില്ല. നീ വാടാ വാടാ. കണ്ണി നോക്ക്. കണ്ണിൽ നോക്കടാ. കണ്ണി തന്നെ നോക്കണം. നോക്ക്. നീ വേടാ
ആടാ കൈ വേനെടുക്കുന്നു അച്ഛാ എനിക്കോ ഇങ്ങനെ ഞാൻ അമർന്ന് കുത്തി അമർന്നൊക്കെ ഇരിക്കാം. ഞാൻ പോയി റെസ്റ്റ് എടുക്കാം. നീ പാടി, നീ നിന്റെ മാമന്റെ അടുത്ത് പോയി ഇതില്ലേ പോ. അച്ഛൻ എന്താണ്ടൊക്കെ അറിയാം, അത് സത്യവാ. അത് കണ്ടാ അറിയാം, അറിയാന്നുള്ളവർക്ക് അറിയാം അച്ഛയെ കാണിക്കണക്ക് എന്താണ്. ദേ ഇവളെ പഠിപ്പിച്ചു കൊടുക്ക്, പെൺകുട്ടിയല്ലേ. ആൺകുട്ടിയും കൂടെ പഠിക്കാം. നേരെ കേട്ടാ, വലത്ത് നേരെ മുന്നിൽ ചവിട്ടി, ഇടത്ത് നേരെ മുന്നിൽ ചവിട്ടി. ഇതെന്നും കണ്ടും തീരുമോ മാമ? ആരുടെയെങ്കിലും കാര്യത്തില് ഒരു തീരുമാനമാവാതെ ഇത് തീരൂല. കേശു നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഉണക്കൂന്തിരി പോലെ നിന്ന് ലച്ചു വരെ നല്ല പറന്ന് വെക്ക. അമ്മ ഒരു ഉണ്ണിയാർച്ചയോ? അമ്മ ഉണ്ണിയാഴ്ചയുടെ ചാർച്ചക്കാരിൽ ആരോ ആണ്. അതെ, ഇതൊക്കെ പഠിച്ചിട്ട് ലച്ചും കേശും എന്റെ നെഞ്ചത്തേക്ക് കയറുമോ? ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത പണിയായി തോന്നുന്നുണ്ട്. മോള് പേടിക്കണ്ട, എല്ലാത്തിനും നമുക്ക് വഴി ഉണ്ടാക്കാം. ഇതേതുവരെ പോകും നോക്കട്ടെ. ഒരു 2-3 കിലോ നല്ലെണ്ണ വാങ്ങി വെച്ചോണം. ദേഹത്തൊക്കെ നന്നായിട്ട് തിരുമിയിട്ട് വേണം നാളെ എക്സസൈസ് ചെയ്യാൻ കേട്ടാ. പിന്നെ പാലും ഏത്തമ്പഴമൊക്കെ എടു, പിള്ളേർക്ക് കൊടു. എടുത്തുണ്ടോ? അത് കേശുവിനും ലച്ചുവിനും കൊടു കേട്ടാ. പഴം ശിവയ്ക്ക് കൊടുക്കണ്ട. കരയിലിരുന്ന് കളിയണ്ട ഒരുത്തനും കൊടുക്കരുത്. പാല്. പാല് മാറ. പഴം. എനിക്ക് വേണം വേണം. എനിക്ക് മാമന്റെ കൂടെ ഇരുന്ന് കരയിരുന്ന് കളിയുണ്ടോ കേട്ടാ. ഒഴി. ഒഴി ഇതിലൊഴി. കുടി കുടി. കഴി കഴി കഴി. വേണ്ട വേണ്ട, എനിക്ക് കുട്ടുമാവൻ തന്നോളൂ. കുട്ടുമാവൻ തന്നോളൂ. മക്കളെ പെട്ടെന്ന് കഴിയുക. ഇനി കുറച്ച് അടവുകള്, ചുഴുപ്പ്, വടിവ്, ചില കൂട്ടുകള്. മനപൂർവ്വം മാമൻ പറഞ്ഞു കൊടുത്തത്. മാമൻ പറഞ്ഞു, ഞാൻ കേട്ട് തട്ടിയിടാൻ പറഞ്ഞു. കളഞ്ഞ പാല് അവ പറഞ്ഞു തട്ടിയിടാൻ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. സൂക്ഷിച്ചു കൈ വയ്ക്കണം. നിങ്ങള് കളരി അഭ്യാസമുള്ളല്ലേ. അച്ഛൻ കഴിയുന്നില്ല. എടുത്ത് കൈ അഴിമല്ലേ. അച്ഛനൊന്നും വേണ്ട മക്കളെ. മനപ്പൂർവ്വമാണേ. മനപ്പൂർവ്വമല്ല, തുമ്മല്. തുമ്മക്ക എന്തൊരു തുമ്മക്ക. മാമ, നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കാവും കേട്ടോ. ഇപ്പൊ ഭക്ഷണം തരാൻ പോലും മടിയാ. ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ ശരിയാവില്ല. മക്കള് മാമന്റെ കൂടെ നില്ലേ? അവര് കളരി കളിക്കട്ടെ. ഇതുവരെ ആരും കാണാത്ത കളി നമ്മള് കളിക്കും.